KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അനാഥാലയങ്ങൾക്ക് JJ ആക്ട്. കേരള മുസ്ലിം ജമാഅത്ത് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. രാജ്യത്ത് പശുക്കൾക്ക് ആധാർ കാർഡ് മാതൃകയിൽ തിരിച്ചറിയൽ നമ്പർ നൽകാൻ കേന്ദ്ര സർക്കാർ പദ്ധതി. ഇതിനായി 148 കോടി അനുവദിച്ചു. സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. GST കൌൺസിൽ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഈ മാസം 16-ന് വീണ്ടും ചേരും. ATMന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ജനത്തെ പരിഹസിച്ച് BJP MPയുടെ ദേശഭക്തി ഗാനം. വീഡിയോ പുറത്തായി. വിശദമായ വാർത്തകളിലേക്ക്. അനാഥാലയങ്ങളെ പൂർണ്ണമായി ബാലനീതി നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ ലഘൂകരിച്ച് ചട്ടം രൂപവത്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കേന്ദ്രം തയ്യാറാക്കിയ ചട്ടങ്ങൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ അപ്രായോഗികമാണ്. ഓർഫനേജ് കൺട്രോൾ ബോർഡിന് കീഴിലാണ് സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര നിർദ്ദേശം അതേപടി നടപ്പാക്കുന്നത് അനാഥാലയങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും JJ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത്. ഇതനുസരിച്ച് മുൻ UDF സർക്കാർ ഉത്തരവ് ഇറക്കിയെങ്കിലും വ്യാപക പ്രതിഷേധം ക്ഷണിച്ചുവരുത്തി. സർക്കാർ ഉത്തരവ് നിലവിൽ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ ചട്ടം തയ്യാറാക്കുന്നതിനായി സർക്കാർ ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നെങ്കിലും റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. എല്ലാ ജില്ലകളിലും സ്ഥാപന മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്ത് അഭിപ്രായങ്ങൾ സ്വീകരിക്കാനാണ് സർക്കാർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. പ്രവേശനം, സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൌകര്യമൊരുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ചട്ടത്തിൽ അപ്രായോഗിക നിർദ്ദേശങ്ങൾ ഏറെയുള്ളത്. സംസ്ഥാനത്തെ മിക്ക അനാഥാലയങ്ങളും പ്രവർത്തിക്കുന്നത് സാമുദായികാടിസ്ഥാനത്തിലാണ്. എല്ലാവരും തങ്ങളുടെ സമുദായത്തിലെ അനാഥകൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട് സ്ഥാപിച്ചവയാണിത്. എന്നാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ അവർ നിർദ്ദേശിക്കുന്നവരെയാകണം അനാഥാലയങ്ങളിൽ പ്രവേശനം നൽകേണ്ടതെന്നാണ് കേന്ദ്ര ആക്ടിലെ നിർദ്ദേശം. 100 കുട്ടികൾക്ക് 40 ജീവനക്കാർ വേണമെന്ന തീർത്തും അപ്രായോഗിക മാനദണ്ഡങ്ങളും കേന്ദ്ര ചട്ടത്തിലുണ്ട്. ഇക്കാര്യങ്ങളിലാണ് പ്രധാനമായും ഭേദഗതി നിർദ്ദേശിക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിമാരായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, N. അലി അബ്ദുള്ള, പ്രൊഫസർ KMA റഹീം, സൈഫുദ്ദീൻ ഹാജി, വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി, ആലംകോട് ഹാഷിം ഹാജി, ഷറഫുദ്ദീൻ പോത്തൻകോട് എന്നിവർ പങ്കെടുത്തു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടെന്ന് മന്ത്രിസഭാ തീരുമാനം. സമരത്തിനൊരുങ്ങുന്ന ജീവനക്കാരുമായി സർക്കാർ ചർച്ച നടത്തും. മുൻ JDGP അലക്സാണ്ടർ ജേക്കബിനെ ജയിൽ പരിഷ്കരണ കമ്മീഷനാക്കാനും തീരുമാനിച്ചു. തിരുവനന്തപുരം ടെക്നോ പാർക്ക്, കൊച്ചി ഇൻഫോ പാർക്ക്, കോഴിക്കോട് സൈബർ പാർക്ക് എന്നിവയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ശ്രീകേഷ് R. നായരെ നിയമിച്ചു. കണ്ണൂർ നഗരസഭയിൽ 56 തസ്തികകൾ അനുവദിക്കും. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ജോലിക്കെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെസ് സബ്സിഡിയായി 75 ലക്ഷം രൂപ കൂടി അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നേരത്തെ അനുവദിച്ച 1 കോടി രൂപയ്ക്ക് പുറമെയാണിത്. ഉത്തർപ്രദേശ് അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 4-നാണ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത്. ഉത്തർപ്രദേശിൽ 7 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. നോട്ട് അസാധുവാക്കൽ ഉൾപ്പെടെ 2.5 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിർണായക തീരുമാനങ്ങളുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഏറ്റവും വലിയ ജനകീയ പരീക്ഷ കൂടിയാകും 5 സംസ്ഥാനങ്ങളിലെയും വിധിയെഴുത്ത്. Our district election authorities will lay down rates and our expenditure returns have also been modified accordingly. Secondly, candidates will be required to open accounts in their banks, and as per our directions, expenses above rupees 20,000 will be made out of this bank account and will be 5 സംസ്ഥാനങ്ങളിലും BJP മത്സരവേദികളിലെ ശക്തമായ സാന്നിധ്യമാണ്. അതുകൊണ്ടുതന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും തിരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാകും. UPയിൽ സമാജ്വാദി പാർട്ടിയും BSPയും BJPയും നേർക്കുനേർ കൊമ്പുകോർക്കുമ്പോൾ ഷീലാ ദീക്ഷിത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് നിലനിൽപ്പിനായുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ്. GST കൌൺസിൽ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഈ മാസം 16-ന് വീണ്ടും ചേരും. സമുദ്രാതിർത്തിയിൽ 12 നോട്ടിക്കൽ മൈലിനുള്ളിൽ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണെന്ന് സംബന്ധിച്ചും 1.5 കോടി രൂപ വരെ വരുമാനമുള്ളവരിൽ നിന്ന് നികുതി പിരിക്കുന്നതും സംബന്ധിച്ചുള്ള തർക്കമാണ് തുടരുന്നത്. കേരളം, തമിഴ്നാട്, കർണാടകം, പശ്ചിമബംഗാൾ തുടങ്ങിയ 12 സംസ്ഥാനങ്ങൾ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കാണെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കേന്ദ്രം വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഏപ്രിൽ 1-ന് ചരക്കു സേവന നികുതി നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നികുതി നിരക്കുകൾ തീരുമാനിച്ചിട്ടുണ്ട്.
ഇതിൽ എത്ര ശതമാനോ കേന്ദ്രത്തിന്, എത്ര ശതമാനോ സംസ്ഥാനത്തിന്, അത് 50% വീതം എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ നടത്തുന്നത്. കേരളം അത് 60% സംസ്ഥാനങ്ങൾക്കും 40% കേന്ദ്രത്തിനും വ്യവസ്ഥ ചെയ്യണമെന്ന് പറഞ്ഞു. ഏപ്രിൽ 1 നടപ്പാൻ ഒരു സാധ്യതയില്ല. സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു കാനത്തിന്റെ പരസ്യ വിമർശനം. അതിനിടെ സിപിഐ നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ സംസ്ഥാന കൌൺസിലിൽ രൂക്ഷ വിമർശനമുയർന്നു. എല്ലാ കാലത്തും ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയായിരുന്നു പോലീസ്. ജനകീയ പ്രവർത്തകർക്കെതിരെ UAPA ചുമത്തുന്നതിൽ വിമർശനം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പോലീസ് നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ നയമാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ടെന്നും കാനം പറഞ്ഞു. പോലീസ് സ്വീകരിക്കുന്ന പല നിലപാടുകളോടും ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഞങ്ങൾ ആ സന്ദർഭങ്ങളിൽ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നോട്ട് നിരോധനത്തെ തുടർന്ന് ജനം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ 50 ദിവസത്തെ കാലയളവ് കഴിഞ്ഞും തുടരുകയാണ്. ATMകൾക്ക് മുമ്പിലെ ക്യൂവിന് ഇപ്പോഴും വലിയ നീളക്കുറവൊന്നുമില്ല. എന്നാൽ ജനം നേരിടുന്ന ദുരിതങ്ങളൊക്കെ BJP MPയും ഡൽഹി BJP അധ്യക്ഷനുമായ മനോജ് തിവാരിക്ക് വെറും കളിത്തമാശയാണ്. പഴയ നോട്ടുകൾ നിരോധിച്ച് ജനങ്ങളെ തെരുവിലെ പൊള്ളുന്ന വെയിലിൽ ക്യൂ നിൽക്കാൻ നിർബന്ധിതരാക്കിയ മോദിയുടെ സാമ്പത്തിക പരിഷ്കാരം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് തമാശയോടെ നിറം നൽകുകയാണ് മനോജ് തിവാരി. ഒരു പടി കൂടി കടന്ന് ജനങ്ങളെ പരിഹസിക്കാനും BJP MP മുതിരുന്നു. BJP വക്താവ് സുധാൻശു ത്രിവേദി അടക്കമുള്ള നേതാക്കളെ ചുറ്റുമിരുത്തിയായിരുന്നു തിവാരിയുടെ പരിഹാസം. BJP നേതാക്കൾക്കൊപ്പം മനോജ് തിവാരി കൂടിക്കാഴ്ച നടത്തുന്നതും ജനങ്ങളുടെ ദുരിതത്തെ പരിഹസിക്കുന്നതും പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് കേട്ട് മറ്റു BJP നേതാക്കൾ ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ATMന് മുമ്പിൽ ക്യൂ നിൽക്കുന്നവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഞാൻ അവർക്ക് ഒരു ദേശസ്നേഹഗാനം ചൊല്ലിക്കൊടുത്തു. അവരുടെ സഹനങ്ങൾ രാജ്യത്തിന് വേണ്ടിയാണെന്ന് താൻ പറഞ്ഞപ്പോൾ അവർ അടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തിവാരിയുടെ പരിഹാസം. വീഡിയോ ദൃശ്യങ്ങൾ കാണാം. मैं गया था अपने लाइन में, जब लोग लगे थे तो मैं सोचूं क्या कहूँ तो ये सब खुश होंगे, तो मैंने कहा कि देशभक्त है कतार में, सब सब मुस्कुराने लगे. देशभक्त है कतार में लगी है भारी भीड़, तकलीफों से सज रही भारत की तस्वीर. बोले हम लोग लगे रहेंगे 30 तारीख. मैंने भोजपुरी में अंग्रेजी का बहुत यूज किया. बड़ा बढ़िया इन्होंने अंग्रेजी शब्दों का यूज किया. ഇന്ത്യയിൽ പശുക്കൾക്കും ആധാർ കാർഡിന് സമാനമായുള്ള തിരിച്ചറിയൽ നമ്പർ വരുന്നു. രാജ്യത്തുള്ള 88 മില്യൺ വരുന്ന പശുക്കൾക്കും പോത്തുകൾക്കും 12 അക്ക നമ്പർ നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഈ നമ്പർ ഉപയോഗിച്ച് രാജ്യത്തെ പശുക്കളുടെയും പോത്തുകളുടെയും വിവരങ്ങൾ ഓൺലൈൻ ഡാറ്റാബേസിൽ സൂക്ഷിക്കും. കാലികളുടെ ചെവിയിലാണ് നമ്പർ പതിക്കുക. ഇതിനായി പ്രത്യേകം ആളുകളെയും നിയമിച്ചിട്ടുണ്ട്. ഒരു കാലിയുടെ ചെവിയിൽ നമ്പർ പതിക്കുന്നതിന് 8 രൂപയാണ് ചിലവ് കണക്കാക്കുന്നത്. ഇതിനകം 148 കോടി സർക്കാർ അനുവദിച്ചു. നമ്പർ പതിക്കുന്നതോടെ കാലിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കും. ഒപ്പം ഉടമയ്ക്ക് ഹെൽത്ത് കാർഡും നൽകും. ഈ കാർഡിൽ കുത്തിവെപ്പ്, കന്നുകാലി വളർത്തൽ, വിരയിളക്കൽ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തും. പരിപാലനം ആവശ്യമുള്ള സന്ദർഭങ്ങൾ ഉടമയെ അറിയിക്കും. 2020ഓടെ ക്ഷീരരംഗത്ത് കാര്യമായ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ. അനാഥാലയങ്ങൾക്ക് JJ ആക്ട്. കേരള മുസ്ലിം ജമാഅത്ത് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. രാജ്യത്ത് പശുക്കൾക്ക് ആധാർ കാർഡ് മാതൃകയിൽ തിരിച്ചറിയൽ നമ്പർ നൽകാൻ കേന്ദ്ര സർക്കാർ പദ്ധതി. ഇതിനായി 148 കോടി അനുവദിച്ചു. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. GST കൌൺസിൽ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഈ മാസം 16-ന് വീണ്ടും ചേരും. ATMന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ജനത്തെ പരിഹസിച്ച് BJP MPയുടെ ദേശഭക്തി ഗാനം വീഡിയോ പുറത്തായി. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.